ഇന്ധനവില വർധനവിനെതിരെ CPIM രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സീതാറാം യെച്ചൂരി. മോദി ഭരണത്തിന് കീഴിൽ RSS അഴിഞ്ഞാടുകയാണെന്നും യെച്ചൂരി. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം സമാപിച്ചു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം സീതാറാം യെച്ചൂരി പറഞ്ഞത്? അജിംഷാദ്, നരേന്ദ്രമോദി സർക്കാർ തുടരുന്ന ജനദ്രോഹ നയങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ തന്നെയാണ് പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം. CPIM ഒറ്റയ്ക്കും അതോടൊപ്പം തന്നെ സമാന ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളുമായി യോജിച്ചുകൊണ്ട്, മതേതര പാർട്ടികളുമായി യോജിച്ചുകൊണ്ട് ഈ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനു വേണ്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുകയുണ്ടായി. പ്രധാനമായും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 2 ദിവസത്തെ യോഗത്തിന് ശേഷം വിശദീകരിച്ച കാര്യങ്ങൾ, ഒന്നാമത്തേത് നിലവിലെ മോഡി സർക്കാർ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ പൂർവാധികം ശക്തിയായി നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം തന്നെ RSSന്റെ വർഗീയ അജണ്ടകൾ നടപ്പാക്കുന്നതിന് വേണ്ടിയും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു നിലയാണ് നിലവിലുള്ളത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് CPIM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വില വർധന ജനങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള അധിക ബാധ്യതയാണ് അടിച്ചേൽപ്പിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് കർഷകർക്ക് കൃഷി നശിക്കുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുന്നത്. ഇതുവഴി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും, വിലക്കയറ്റം ഉണ്ടാകും. കർഷകർക്കും സാധാരണക്കാർക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് മോഡി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് BJP നിശിതമായി വിമർശിച്ചിരുന്ന പല കാര്യങ്ങളും മോഡി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്ന് മോഡി സർക്കാർ വ്യതിചലിച്ചിരിക്കുന്നു. പരമാവധി വിദേശികളെ കൊണ്ടുവരാനും വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ മോഡി സർക്കാർ തുടരുന്നത്. അതേസമയം തന്നെ മോഡി സർക്കാർ RSSന്റെ തിട്ടൂരത്തിനനുസരിച്ച് വർഗീയ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർവത്ര മേഖലകളിലും വർഗീയ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കരിക്കുലം തയ്യാറാക്കുമ്പോൾ ഹിന്ദുത്വ വർഗീയ അജണ്ടകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. മറ്റു മേഖലകളിലും ഈ പറയുന്ന വർഗീയത കടന്നുകൂടിയിരിക്കുന്നു എന്നും പോളിറ്റ് ബ്യൂറോ വിലയിരുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായി കേന്ദ്രത്തിനുള്ള ബന്ധം, അതിലും കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരെ, BJPക്കാരെയും RSSകാരെയും സംസ്ഥാനങ്ങളിലെ ഗവർണർമാരായി നിയമിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ദില്ലിയിൽ മുഖ്യമന്ത്രി കെജ്രിവാളും അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള ശീതസമരം നടക്കുന്നു. BJP കേന്ദ്ര സർക്കാർ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ദില്ലി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ രീതിയിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സമീപനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഘടകങ്ങളോടും സമരം ശക്തമാക്കാൻ, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉയരുകയുണ്ടായി. അതിൽ ഒന്ന്, വീരേന്ദ്രകുമാറും അതോടൊപ്പം തന്നെ NK പ്രേമചന്ദ്രനും സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കുകയുണ്ടായി. ഇരുവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എങ്കിൽ കൂടിയും മുന്നണി വിപുലീകരണത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന ഘടകമാണ്. കേന്ദ്ര നേതൃത്വമല്ല ഈ കാര്യത്തിൽ പ്രാഥമികമായി തീരുമാനമെടുക്കേണ്ടത്. അത് സംസ്ഥാന ഘടകത്തിന്റെ ചുമതലയാണെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ചില VS അച്യുതാനന്ദൻ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി നൽകി. ഏതായാലും 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗം പാർട്ടി കോൺഗ്രസിന് ശേഷം 21ാം പാർട്ടി കോൺഗ്രസിന് ശേഷം ആദ്യമായി ചേർന്ന 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗം നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വളരെ കാര്യമായി തന്നെ വിലയിരുത്തുകയും ഏതു തരത്തിൽ പാർട്ടി ഈ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച തീരുമാനമെടുക്കുകയും
തീരുമാനമെടുക്കുകയുമുണ്ടായി. അതോടൊപ്പം പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ചുമതലകൾ സംബന്ധിച്ചും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചർച്ചയുണ്ടായി. ഏകദേശം ഇത് സംബന്ധിച്ച ഒരു പ്രപ്പോസൽ പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അടുത്ത മാസം 6-7 തീയതികളിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ സന്തോഷ്, ഒരു കാര്യം കൂടി, അതായത് AK ആന്റണി കേരളത്തിൽ വന്ന സംസ്ഥാന സർക്കാരിന്റെ സമസ്ത മേഖലകളിലും അഴിമതിയാണ് എന്ന അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യെച്ചൂരി എന്താണ് പറഞ്ഞത്? അജിംഷാദ്, ഈ ചോദ്യത്തിന് യെച്ചൂരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. AK ആന്റണി കോൺഗ്രസിലെ തന്നെ രാജ്യത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവാണ്. കേരള സംസ്ഥാന മുഖ്യമന്ത്രിയായി ഏറെക്കാലത്തെ അനുഭവ പരിചയമുള്ള ഒരു നേതാവാണ് AK ആന്റണി. AK ആന്റണിയുടെ ഈ ഒരു നിരീക്ഷണത്തെ വളരെ ഗൗരവമായി തന്നെ കേരളത്തിലെ ജനങ്ങൾ കാണേണ്ടതുണ്ട് എന്നാണ് യെച്ചൂരി സൂചിപ്പിച്ചത്. സ്വന്തം സർക്കാർ, കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ സർവത്ര മേഖലകളിലും അഴിമതിയാണെന്ന് പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വളരെ ഗൗരവമുള്ള സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തെ കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവമായി തന്നെ കാണുകയും ഈ അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്യണം എന്നുള്ള ഒരു ആഹ്വാനവും CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം സീതാറാം യെച്ചൂരി വ്യക്തമാക്കുകയുണ്ടായി. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ആന്റണിക്ക് പോലും സ്വന്തം സർക്കാരിനെ കുറിച്ച് പറയേണ്ട അവസ്ഥ സംജാതമായത് ഗൗരവമായി കാണണമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് M നൽകിയത്.